അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 10ാമത്തെ പാഠം വ അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിലെ അവിവാഹിതകളെ വിവാഹിതരാക്കൂ, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതരെ എന്താക്കൂ? വിവാഹിതരാക്കൂ. ഇൻഷാ അല്ലാഹ് നിക്കാഹിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നിക്കാഹിനെക്കുറിച്ചും നിക്കാഹിൻ്റെ ഷർത്തുകളെക്കുറിച്ചും ഫർളുകളെക്കുറിച്ചും ഇതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വിവാഹ ജീവിതത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ഫായിസും സാജിദയും വിവാഹിതരാവുന്നു. കല്യാണക്കത്ത് വായിച്ച് ഉമ്മ പറഞ്ഞു, ശവ്വാൽ 16 വെള്ളിയാഴ്ച രാവിലെയാണ് നിക്കാഹ്, ഞായറാഴ്ചയാണ് സദ്യ. ഭക്ഷണം കൊടുക്കുന്നത് ഞായറാഴ്ചയാണ്. നിക്കാഹ് ദിവസം ആഗതമായി. വരനും കൂട്ടുകാരും മസ്ജിദിലെത്തി. നിക്കാഹിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു. ഉസ്താദ് അറബിയിൽ ഖുതുബ നിർവഹിച്ചു. സയ്യിദ് അവറുകൾ നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകി ചൊല്ലിക്കൊടുത്തു. അപ്പോൾ നിക്കാഹിൻ്റെ മുമ്പ് ഒരു ഖുതുബ നടക്കലെന്തുണ്ട്, സുന്നത്തുണ്ട്. അതാര് നിർവഹിച്ചു? ഉസ്താദ് നിർവഹിച്ചു. ശേഷം സയ്യിദ് അവറുകൾ നിക്കാഹ് കർമ്മത്തിന് എന്ത് ചെയ്തു? നേതൃത്വം നൽകി നിക്കാഹിൻ്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. എന്താണത് നിക്കാഹിൻ്റെ വചനങ്ങൾ? ഉസവ്വിജുക അലാമ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വ അൻകഹ്തുക ബിൻതി സാജിദ ബിഹാദൽ ഖിലാദത്തി മിനൽ ദഹബി മഹറൻ. വലിയ ഏറ്റു പറഞ്ഞു. അതായത് സയ്യിദ് അവറുകൾ ചൊല്ലിക്കൊടുത്തു ഉസവ്വിജുക. അപ്പോൾ ആരെ പറയും? പെണ്ണിൻ്റെ ഉപ്പ പറയും. വലിയ എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ഉപ്പയാണ്, രക്ഷിതാവ്, പെണ്ണിൻ്റെ വാപ്പ. അയാൾ പറയും പെണ്ണിൻ്റെ വലിയ ഉപ്പയാകാം, അല്ലെങ്കിൽ ഉപ്പല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പയാകാം, അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ ഉസവ്വിജുക അലാമ അമറല്ലാഹു ബിഹി എന്ന് സയ്യിദ് അവറുകൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ ഉപ്പ എന്ത് ചെയ്യും? അത് ഏറ്റു ചൊല്ലും. മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ സവ്വജ്തുക വ അൻകഹ്തുക ബിൻതി സാജിദ ബിഹാദൽ ഖിലാദത്തി മിനൽ ദഹബി മഹറൻ എന്നെന്ത് ചെയ്തു? ചൊല്ലിക്കൊടുത്തു. ഖബിൽതു നിക്കാഹഹ വ തസ്വീജഹ ബിഹാദൽ മഹരിൽ മദ്കൂർ. വരൻ പ്രതികരിച്ചു, നിക്കാഹ് ചെയ്തു തന്നതിനെ, ഇണയാക്കി തന്നതിനെ, ഞാൻ ഈ മഹറിന് പകരമായിട്ട് എനിക്ക് ഇണയാക്കി തന്നതിനെ ഞാൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു എന്ന് വരന് പറഞ്ഞു. ബിഹാദൽ ഖിലാദി എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം മാല എന്നാണ്. ഈ മാലക്ക് പകരം ഞാൻ ഈ മാല മഹറായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിക്കാഹ് നടക്കുന്നത്. ഇനി ഫാത്തിഹ ഓതി സയ്യിദ് ദുആ ചെയ്തു. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ. ദുആഇനു ശേഷം ഉസ്താദ് പ്രസംഗിച്ചു. വിവാഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ആരുടെ സുന്നത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പ്രവാചകന്മാരിൽ ഭൂരിഭാഗവും വിവാഹം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരിൽ അധിക ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹം ചെയ്തിട്ടുണ്ട്. വരൻ, വധു, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബ്, കബൂല് എന്നിവയാണ് നിക്കാഹിൻ്റെ റുക്കിനുകൾ. നിക്കാഹിൻ്റെ ഫർളുകളാണ് പറഞ്ഞത്. വരൻ ഒന്ന് പുതിയാപ്പള വേണം, വധു 2 പുതിയെണ്ണ് വേണം, രക്ഷിതാവ് വേണം, 2 സാക്ഷികൾ വേണം, ഈജാബും വേണം, കബൂലും വേണം. ഇങ്ങനെ 6 റുക്കിനുകളാണ് എന്തിനുള്ളത്? നിക്കാഹിനുള്ളത്. ഈജാബും കബൂലും മാതൃഭാഷയിലും നിർവഹിക്കാം. ഈജാബും കബൂലും മാതൃഭാഷയിലും, എന്നല്ല മലയാളത്തിൽ എന്ത് ചെയ്യാം? നിർവഹിക്കാമെന്ന്. അറബിയിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ലാന്ന്. എങ്ങനെ? എൻ്റെ സാജിദ എന്ന മകളെ ഈ സ്വർണ്ണമാല മഹറിന് ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് രക്ഷിതാവും, അവളെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് വരനും പറഞ്ഞാൽ ഈജാബും കബൂലുമാകും. രക്ഷിതാവ് പറഞ്ഞതും എൻ്റെ മകൾ സാജിദ എന്ന മകളെ ഈ സ്വർണ്ണമാല മഹറിൻ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് രക്ഷിതാവ് പറഞ്ഞു. അപ്പോൾ വരന് പറയാണ്, അവളെ നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചു എന്ന് വരനും പറഞ്ഞാൽ ഈജാബും കബൂലുമായി. അറബിയിലും മാതൃഭാഷയിലും പറയലാണ് നമ്മുടെ രീതി. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ നടക്കുന്നത്. ആദ്യം അറബിയിൽ പറഞ്ഞു കൊടുക്കും, മുസവ്വിജുക അലാ മാ അമറല്ലാഹു എന്നാണ് പറഞ്ഞു കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യും? അത് മലയാളത്തിലും പറയും. അങ്ങനെ 2 രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിക്കാഹിൻ്റെ റുക്കിനുകൾ വരന്, വധു, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബ്, കബൂൽ, ഇങ്ങനെ 6 നിക്കാഹിൻ്റെ റുക്കിനുകൾ. ഇനി വധുവും വരനും മുസ്ലിം ആവുക. പുതിയാപ്പിളാണെങ്കിലും പുതിയണ്ണാണെങ്കിലും ആരായിരിക്കണം? മുസ്ലിം ആവണം. മഹറമാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൽപ്പെട്ടവരാകാതിരിക്കുക. രക്തബന്ധത്തിൽപ്പെട്ടവരെന്ത് ചെയ്യാൻ പറ്റില്ല? വിവാഹം ചെയ്യാൻ പറ്റില്ല, നിക്കാഹ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മഹറമാവാതിരിക്കുക. രക്ഷിതാവ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമും ഫാസിഖല്ലാത്തവനുമായിരിക്കുക തുടങ്ങിയവ നിക്കാഹിൻ്റെ ഷർത്താണ്. രക്ഷിതാവ് ആരായിരിക്കണം? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാകണം. പ്രായപൂർത്തി ഉണ്ടാകണം, ബുദ്ധിയുള്ള ആളായിരിക്കണം, മുസ്ലിം ആയിരിക്കണം, തമ്മാടിയാവാൻ പറ്റില്ല, ഫാസിഖാവാൻ പറ്റില്ല, തമ്മാടി അല്ലാത്തവനുമായിരിക്കുക തുടങ്ങിയവ നിക്കാഹിൻ്റെ എന്താണ്? ഷർത്താണ്. പിതാവ്, ഉപ്പയുടെ ഉപ്പ, ഏറ്റവും അടുത്ത ബന്ധു എന്നിവരാണ് രക്ഷിതാവ്. ആരാണപ്പോൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്? പിതാവുണ്ടെങ്കിൽ പിതാവിൻ്റെ ചെയ്യേണ്ടത്, പിന്നെ ഉപ്പയുടെ ഉപ്പയാണ്, പിന്നെ ഏറ്റവും കുടുംബത്തിൽ നിന്ന് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് എന്ത് ചെയ്യേണ്ടത്? നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. അവരാണ് രക്ഷിതാവ് എന്ന് പറയുന്നത്. ഇനി പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുക, ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക, മസ്ജിദിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹ് നടത്തുക, ഖുതുബ, ദുആ എന്നിവ നിർവഹിക്കുക, സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാവുക, വലീമത്ത് നൽകുക തുടങ്ങിയ വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളാണ്. എന്തൊക്കെയാണ് പ്രധാന സുന്നത്തുകൾ? പരസ്പരം കണ്ട് ഇഷ്ടപ്പെടുക. അപ്പോൾ പെണ്ണാണ പോക്ക് എന്താണ്? സുന്നത്താണ്. കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി? വിവാഹം ചെയ്താൽ മതി. അടുത്ത് ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക. പെണ്ണ് ആണിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും ആണ് പെണ്ണിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിലും എങ്ങനെയുള്ളവരാകണം? സൽസ്വഭാവമുള്ള ഇണയെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ദീന് വേണം, സൽസ്വഭാവം വേണം. അങ്ങനെയുള്ളവരാണ് തിരഞ്ഞെടുക്കേണ്ടത്. അടുത്ത നിക്കാഹ് പള്ളിയിൽ വെച്ചാവുക. അത് തന്നെ വെള്ളിയാഴ്ച രാവിലെ നിക്കാഹ് നടത്തുക. അതൊക്കെ എന്താണ്? സുന്നത്താണ്. പള്ളിയിൽ വെച്ചാകൽ സുന്നത്താണ്. അത് വെള്ളിയാഴ്ച രാവിലെ ആകൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഖുതുബയും ദുആയും നിർവഹിക്കുക. പിന്നെ സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാവുക. അപ്പോൾ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെന്ത് ചെയ്യണം? ഒരുമിച്ച് കൂട്ടണം. ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയൊക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടുക. വലീമത്ത് നൽകുക, അതായത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ഭക്ഷണം നൽകുക തുടങ്ങിയവ വിവാഹത്തിൻ്റെ പ്രധാന സുന്നത്തുകളാണ്. നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ പാലിച്ച് കല്യാണം നടത്തണം. നമ്മുടെ സംസ്കാരം അതൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? കല്യാണം നടത്തേണ്ടത്. ധൂർത്ത് പാടില്ല. കല്യാണത്തിൻ്റെ പേരിൽ ധൂർത്തടിക്കാൻ പാടില്ല. ധൂർത്ത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് ധൂർത്താണ്. പൊങ്ങച്ചത്തിന് വേണ്ടി 4 ആളെ കാണിച്ചാൽ വേണ്ടി എന്ത് ചെയ്യുക? പൈസ ഒന്നുമില്ല, എന്നാലും അവിടുന്ന് ഇവിടുന്ന് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കടം വാങ്ങിയിട്ടോ 4 ആൾക്കാരുടെ ഇടയിൽ ആളാകാൻ വേണ്ടിയിട്ട് വലിയ സംഭവമാക്കി കഴിക്കുക. അങ്ങനെ ധൂർത്തടിച്ച് കൊണ്ട് കഴിക്കാൻ എന്തില്ല? പാടില്ല. ധൂർത്ത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. അതാണ് പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നത് ധൂർത്താണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവരുടെ ഇടയിൽ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പൈസ ചിലവാക്കുക. അത് ധൂർത്താണ്, പാടില്ല. ഡാൻസ്, മദ്യം വിളമ്പൽ തുടങ്ങിയ ഹറാമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കൽ ഹറാമാണ്. ഡാൻസിന് പോലെ പിന്നെ പാട്ട്, ഗാനമേള ഒക്കെ നടത്തൂലേ, അതിന് വേണ്ടിയൊക്കെ പൈസ ചിലവാക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ മദ്യം വിളമ്പൽ, കല്യാണത്തിന് എന്ത് ചെയ്യുക? മദ്യം വിളമ്പുക, ഇതൊക്കെ ഹറാമായ മാർഗത്തിൽ പൈസ ചിലവാക്കലാണ്. ഓരോരുത്തരുടെയും സാമ്പത്തിക പരിധിക്ക് മുകളിൽ ചെലവഴിക്കുന്നതും ധൂർത്ത് തന്നെ. ഓരോരുത്തരുടെ സാമ്പത്തികത്തിന് മുകളിലേക്ക് ചെലവഴിക്കുന്നത് എന്താണ്? ധൂർത്താണ്. 1 ലക്ഷം ഉണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിനുള്ള കല്യാണം നടത്തിയാൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിലവാക്കിയിട്ടില്ല, എന്തായിട്ട് മാറും? ധൂർത്തായിട്ട് മാറും. അതാ പറഞ്ഞത്, ഓരോരുത്തരുടെയും സാമ്പത്തിക പരിധിക്ക് മുകളിൽ ചെലവഴിക്കുന്നതും ധൂർത്ത് തന്നെ. ഇനി വിവാഹത്തിലൂടെ കുടുംബം രൂപപ്പെടുന്നു. വിവാഹത്തിലൂടെ പുതിയൊരു കുടുംബം ഉണ്ടാവല്ലേ? പുതിയെണ്ണം പുതിയാപ്പണി വരുന്നതോടുകൂടെ ആ 2 ഫാമിലികൾ തമ്മിൽ ഒരു കുടുംബമായി മാറുകയാണ്. അതാണ് പറഞ്ഞത്, വിവാഹത്തിലൂടെ കുടുംബം രൂപപ്പെടുന്നു. കുടുംബത്തിൻ്റെ നായകൻ പുരുഷനാണ്. കുടുംബത്തിൻ്റെ നായകൻ ആരാ? അത് പുരുഷനാണ്. തൻ്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് വധുവിന് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം എന്നിവ നൽകൽ പുരുഷൻ്റെ ബാധ്യതയാണ്. അങ്ങനത്തെ ഒരു വിവാഹം ചെയ്യാൻ പോയാൽ മതി. എന്തൊക്കെ പറഞ്ഞത്? വധുവിൻ്റെ സാമ്പത്തികത അനുസരിച്ചിട്ടോ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, താമസ സൗകര്യം ഇതൊക്കെ നൽകൽ പുരുഷൻ്റെ ബാധ്യതയാണ്. അവൻ്റെ ബാധ്യതയാണ്. ഇതൊക്കെ എന്തെങ്കിലും ആൾക്ക് ഭക്ഷണം കൊടുത്തോളണം, വസ്ത്രം കൊടുത്തോളണം, താമസിക്കാനുള്ള സൗകര്യം ഇതൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുത്തോളണം. എങ്ങനെ? ഇവൻ്റെ സാമ്പത്തികത്തിനനുസരിച്ചാട്ടോ ചെയ്തു കൊടുക്കേണ്ടത്. ഇനി ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ്. ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമാണ്. പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം
വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥനാണ്. എന്തിന്? പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എടുത്തു ചാടികാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. പിന്നെന്ത് ചെയ്യുക? വിട്ടുവീഴ്ച ചെയ്യുക, സ്നേഹത്തോടെ സഹകരത്തോടെ എന്ത് ചെയ്യുക? കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. ഇസ്ലാം കൽപ്പിച്ച കടമകൾ എന്ത് ചെയ്യണം? പരസ്പരം പാലിച്ച് ജീവിക്കണം. വിഷമകരമുണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യരുത്. രണ്ടാളടുത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമകരമാകുന്ന കാര്യങ്ങൾ, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് വിഷമുണ്ടാകുന്ന കാര്യം ഉണ്ടാവരുത്, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് വിഷമകരമാകുന്ന കാര്യം എന്ത് ചെയ്യരുത്? ഉണ്ടാവരുത്. സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കുക. അങ്ങനെ സംതൃപ്തിയോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മുഖപ്രസന്നതയും കടുന്നലുത്തി മൂതൻ്റെ മാരിയല്ല ജീവിക്കേണ്ടത്. പിന്നെ മൂതങ്ങനെ ഒരു കൊട്ട വീർപ്പിച്ച് വെച്ചിട്ടുണ്ടാകും, അങ്ങനെയല്ല ജീവിക്കേണ്ടത്. പിന്നെ മുഖപ്രസന്നതയോടുകൂടെ അങ്ങനെയായിരിക്കണം. പരസ്പരം സ്നേഹത്തോടെ സഹവസിക്കണം. ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. ഇന്ന് വിവാഹിതരായ നവവധുവരന്മാർക്ക് സന്തോഷത്തോടെ കടമകൾ നിർവഹിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ദീനിനും വീടിനും നാടിനും ഉപകാരമുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു തആല അവർക്ക് നൽകട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. പ്രസംഗത്തിന് ശേഷം എല്ലാവരും ഭക്ഷണ ഹാളിലേക്ക് നീങ്ങി. അഅ്ളമുൻ നിക്കാഹി ബറക്കത്തൻ ഐസറുഹു മുഅ്നതൻ. ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏറ്റവും ചിലവ് കുറഞ്ഞതാണ്. ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏറ്റവും ചിലവ് കുറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്ന് നഖറ വനഫം വായിച്ച് മനസ്സിലാക്കാൻ. തബ്ദീർ, ദൂർത്ത്, മാലുൻ സമ്പത്ത്, വലീമത്ത്, സദ്യ, നഫക്ക ചെലവ്. തസ്രീഹ് വിട്ടയക്കുക, സൗജ് ഭർത്താവ്, സൗജത്ത് ഭാര്യ, ജമഅ ഒരുമിച്ച് കൂട്ടി, ബാറക്ക ബറക്കത്ത് ചെയ്തു. ഖിലാദ മാല, ദഹബ് സ്വർണം, മദ്കൂർ പറയപ്പെട്ട, ഖബില സ്വീകരിച്ചു, ഷാഹിദുൻ സാക്ഷി. ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നസുൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. ഇത് പുതിയ പുസ്തകത്തിൽ ABC രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പഴയ പ്രിൻറ്റിലെ പേജാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒന്ന് നസില് വലിയുൻ. വലിയുൻ എന്നതിനോട് ചോദിച്ച ഏതാണ്? ബി ആണ് ഈജാബ്. വലിയാണ് ഈജാബ് പറയേണ്ടത്. അടുത്തത് സൗജ്. സൗജ് പറഞ്ഞാൽ ഭർത്താവ്. അപ്പോൾ ആൻസർ ഈ ആണ്. ഈ എന്താണ്? കബൂല്. സൗജാണ് എന്ത് ചെയ്യുന്നത്? ഭർത്താവാണ് എന്ത് ചെയ്യേണ്ടത്? കബൂല് ചെയ്യേണ്ടത്. നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് പറയേണ്ടത് ഭർത്താവാണല്ലോ. അടുത്തത് സൗജത്ത്. സൗജത്തിനോട് യോജിച്ചത് ഏതാണ്? എ ആണ്. ഇതാത്ത് സൗജി, ഭർത്താവിന് വഴിപ്പെടുക എന്നുള്ളതാണ്. ഭർത്താവിന് വഴിപ്പെടണം ഭാര്യ. സൗജത്ത് പറഞ്ഞ ഭാര്യയാണ്. അടുത്തത് മഹറിൻ. മഹർ ആൻസർ ഡി ആണ്, വാജിബ്. മഹർ നൽകൽ നിക്കാഹാവുമ്പോൾ മഹർ നൽകൽ എന്താണ്? നിർബന്ധമാണ്. അടുത്തത് ഖുതുബ. ഖുതുബ നിക്കാഹിൽ ഖുതുബ ഓതൽ സുന്നത്താണ്. ആൻസർ സി ആണ് വരിക. ഇനി മൂന്നാമത്തെ നക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. ഒന്ന് ബാറക്കല്ലാഹു ലക്കുമാ, അള്ളാഹു നിങ്ങൾ രണ്ടാൾക്കും ബറക്കത്ത് ചെയ്യട്ടെ. രണ്ട് സവ്വജതുക വ അൻകഹ്തുക, നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, അല്ലെങ്കിൽ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നും പറയാം. മൂന്നാമത്തെ അൽ ഖിലാദത്തു മിനദ് ദഹബ്, സ്വർണ്ണമാല, അതാണ് അതിൻ്റെ അർത്ഥം. നാല് ഖബിൽതു മിൻക നിക്കാഹഹ, അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഞാൻ സ്വീകരിച്ചു. ഇനി അടുത്ത അഞ്ചാമത്തെ വ അൻകിഹുൽ അയാമ മിൻകും, അതിൻ്റെ അർത്ഥം നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. ഇനി നാലാമത്തെ നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ. ഒന്ന് ദൂർത്തടിക്കൽ ഡാഷാണ്, എന്താണ്? ഹറാമാണ്. രണ്ട് പരിധിക്കപ്പുറം ചെലവഴിക്കൽ ഡാഷാണ്, എന്താണ്? ദൂർത്താണ്. മൂന്ന് ഉസ്താദ് അറബിയിൽ ഡാഷ് നിർവഹിച്ചു, ഖുതുബ നിർവഹിച്ചു. നാല് നിക്കാഹിന് ഡാഷ് റുക്കുനുകളുണ്ട്, 5 റുക്കുനുകളുണ്ട്. 5 വരനും വധുവും മുസ്ലിമാവൽ നിക്കാഹിൻ്റെ ഷർത്തുകളാണ്. എന്താവണം? മുസ്ലിമായിരിക്കണം. ഇനി അഞ്ചാമത്തേത് നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന് നിക്കാഹിൻ്റെ 2 സുന്നത്തുകൾ എഴുതുക. ഒന്ന് സ്വാലിഹീങ്ങളുടെ സാന്നിധ്യത്തിലാവുക. 2 വലീമത്ത് നൽകുക. 2 കുടുംബത്തിൻ്റെ നായകൻ ആരാണ്? ആൻസർ പുരുഷൻ. 3
ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം. നമ്മുടെ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം മാപ്പ് നൽകിയും ജീവിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യരുത്. പിന്നെ സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം. ഇനി ആറാമത്തെ തഖ്സീസ്. ഒന്ന്, നിക്കാഹിനു ശേഷം നിർവഹിക്കാനുള്ള ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗം നമുക്ക് നോക്കാം. അതേപോലെ രണ്ടാമത്തെ പറഞ്ഞ നിക്കാഹിൻ്റെ ഖുത്ബ കണ്ടെത്തി എഴുതുക. അപ്പോൾ ആദ്യം നമുക്ക് പ്രസംഗം നോക്കാം. അസ്സലാമു അലൈക്കും. സന്തുഷ്ടമായ ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിനപ്പുറം ഈ നവദമ്പതികളിലൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുകയുമാണിവിടെ. ഈ ഒരു അവസരത്തിൽ നവദമ്പതികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് പളുങ്ക് പാത്രത്തെ പോലെയാണ്. അത് കയ്യിൽ നിന്നും വീണുപോയാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പരസ്പരം സ്നേഹത്തോടെ സഹകരിച്ചും പരസ്പരം മാപ്പ് നൽകിയും ജീവിക്കണം. ഇസ്ലാം കൽപ്പിച്ച കടമകൾ പരസ്പരം പാലിച്ച് ജീവിക്കണം. വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടുപേരും ചെയ്യരുത്. സംതൃപ്തിയോടെയും മുഖപ്രസന്നതയോടെയും സഹവസിക്കണം. ഇന്ന് വിവാഹിതരായ നവവധുവരന്മാർക്ക് സന്തോഷത്തോടെ കടമകൾ നിർവഹിച്ച് സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീനിനും വീടിനും നാടിനും ഉപകാരമുള്ള സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു അവർക്ക് നൽകട്ടെ. ആമീൻ. എല്ലാവിധ മംഗളാശകളും നേർന്നുകൊണ്ട് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ഖുത്ബയാണ്. ഒരു പരിചയപ്പെടുത്തൽ എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. നിക്കാഹിൻ്റെ ഖുത്ബ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ألا وإن الله سبحانه وتعالى أمرنا بالنكاح ونهانا عن السفاح فقال مخبرا وآمرا وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم وإن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. قال النبي صلى الله عليه وسلم تنكح المرأة لأربع: لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين. وقال صلى الله عليه وسلم أيضا: من تزوج بامرأة فقد أحرز ثلثي دينه فليتق الله في ثلث الباقي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. ഇതോടെ നമ്മുടെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.